ഓക്കെ. فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. صدق الله العظيم. സമയം കുറേ പോയി. ഓതിക്കോളി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. അവിടെ നുഞ്ചി കണ്ടില്ലേ? അവിടെ നുഞ്ചിയാന്ന് പറഞ്ഞു. നുഞ്ചിയാന്നില്ല, നൂഞ്ചീനേ ഉള്ളൂ. പക്ഷെ ആ നുഞ്ചീന്ന് എഴുതി കണ്ടില്ലേ? റസ്മുൽ ഉസ്മാനിൽ ഒരു നൂനേ ഉണ്ടാവും, മറ്റൊരു നൂന് കൂട്ടിക്കൊടുത്തതാണ്. ബബത്ത് അടയാളം ചിഹ്നം എന്നർക്ക് പിന്നെ കൂട്ടിക്കൊടുത്തതാണ്. റസ്മുൽ ഉസ്മാനി നോക്കുന്ന സമയത്ത് നുജീന്ന് മാത്രമേ ഉണ്ടാവും. നുഞ്ചീന്നാ ഓതേണ്ടത്. നമ്മുടെ ഖിറാഅത്ത് പ്രകാരം നുഞ്ചി. നജൽ മുഅ്മിനി എന്നുള്ള ഖിറാഅത്ത് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് ഇതുള്ളത്. നമ്മുടെ ഹഫ്സിന്റെ റിവായത്ത് പ്രകാരം നുഞ്ചീന്നാ ഓതേണ്ടത്. രണ്ടാമത്തെ നൂന് മണിക്കണം. وكذلك ننجي المؤمنين. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين. إن هذه أمتكم أمتكم أمة واحدة وأنا ربكم فاعبدون. وتقطعوا أمرهم بينهم كل إلينا. അവിടെയും മണിക്കണമല്ലോ. എന്താ നിയമം? അംറഹും ബൈനഹും. മീമിന്റെ നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നമ്മള്. സുക്കൂണുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. സുക്കൂണുള്ള മീമിനിക്ക് 3 നിയമങ്ങളല്ലേ ഉള്ളത്. ഒന്നാമത്തെ മീമിന് ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ചെയ്യണം. മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാ ചെയ്യണം. മീമിന് ശേഷം ബാക്കിയുള്ള ഏതക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാലും ഇദ്ഹാർ ചെയ്യണം. അവിടെ എന്താ നിയമം? കുല്ലുൻ ഇലൈന. അതിന്റെ ചിഹ്നം നമുക്ക് തൻവീനിൽ കാണാൻ പറ്റും. ഒരു ദമ്മും മുകളിലൊരു
തൊപ്പി വിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ومن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. فلا كفران لسعيه. فلا كفران لسعيه وإنا له كاتبون. وحرام على قرية أهلكناها أنهم لا يرجعون. حسبك حسبك. പിന്നെ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا فتحت يأجوج ومأجوج. രണ്ട് ഹംസ ആണ്. ഫുതിഹത് യജൂജു വമഅജൂജു രണ്ടും ഹംസ ആണ്. حتى إذا فتحت يأجوج ഐന് വരുന്നുണ്ട്, ഐന് വരുന്നുണ്ട്. യഅജൂജു എന്ന് വരുന്നു. യജൂജു യജൂജു വമഅജൂജ്. يأجوج ومأجوج وهم من كل حدب ينسلون. രണ്ടും മണിക്കണം. മിൻ കുല്ലി ഇഖ്ഫാ ഹദബിയ്യ ഇദ്ഗാം. وهم من كل حدب ينسلون. ഹദബിന്ന് നൂന് കേൾക്കരുത് ഇദ്ഗാമില്. തരിമൂക്കുന്ന മണി മാത്രമാണ് പറഞ്ഞല്ലേ. ഹദബിയ്യ حدب ينسلون. حدب സുക്കൂനുള്ള നൂന് വന്ന അവിടെ നമ്മൾ ഉറപ്പിച്ചാണ് എന്തോ ഒരു നിയമം ഉണ്ട് എന്നുള്ളത്. സുക്കൂനുള്ള നൂനിൻ്റെ മുകളിൽ സുക്കൂനിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിടത്തും നൂന് പറയാനേ പാടില്ല. സുക്കൂനുള്ള നൂനിൻ്റെ മുകളിൽ സുക്കൂനിട്ട് കൊടുക്കുക എപ്പോൾ ഇൽഹാറാകുന്ന സമയത്ത് മാത്രം. അവിടെ നൂന് പറയണം. അല്ലാത്തൊരു സ്ഥലങ്ങളിൽ നൂന് പറയാനില്ല. മണി മാത്രമേ ഉണ്ടാവും. حدب ينسلون. واقترب الوعد ഖാഫ് ഖൽഖലത്തിൻ്റെ അക്ഷരാണ്. സ്വമേധയാ സുക്കൂൻ ചെയ്യാൻ പറ്റുന്ന അക്ഷരം. അതേതൊക്കെയാണ്? ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഖൽഖലത്തിൻ്റെ? പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അഞ്ചക്ഷരങ്ങൾ ഏതൊക്കെയാണ്? മറന്നാ? ഷാനിക്ക പറഞ്ഞത് ഖുത്ബ് ജദ്. ഖാഫ് ഖാ ബ ജീം ദാൽ. അതിന് മറക്കരുത്. ഖുത്ബ് ജദ്. ഖുത്ബ് ജദിന്റെ അക്ഷരങ്ങൾ തന്നെ പഠിച്ചാൽ മതി. ഖുത്ബ് ജദ്. അപ്പൊ ഖ് ഖ് ബ് ജ് ദ് എന്ന് ചെയ്യാൻ പറ്റുന്ന അക്ഷരങ്ങൾ 5 ഉള്ളൂ. واقترب الوعد الحق فإذا هي شاخصة أبصار. അവിടെ മണിക്കാനില്ല. فإذا هي شاخصة أبصار. فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة ഗഫലത്ത് വേണ്ട. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കൽക്കലത്ത് കൊടുക്കലായി. ഗഫ്ലത്തിൻ മിൻ ഹാദാ. غفلة من هذا بل كنا ظالمين. ശദ്ദുള്ള നൂന് മണിക്കണം. ബൽ കുന്ന ളാലിമീൻ. إنكم وما تعبدون من دون الله حسب جهنم أنتم لها. ഒന്നും കൂടെ. ഇന്നക്കും ശദ്ദുള്ള നൂന് മിൻ ദൂനി ഇഖ്ഫാ
ജഹന്നമാൻ്റെ ഷദ്ദുള്ള നൂന് അന്തും ഇഖ്ഫാ. إنكم وما تعبدون من دون الله حسب جهنم أنتم لها حصب جهنم أنتم لها واردون. حسب جهنم أنتم لها واردون. അൻതും വരരുത് കേട്ടോ, നൂന് കേൾക്കരുത് നമ്മൾ പറഞ്ഞ്. أنتم لها واردون. لو كان هؤلاء آلهة ما فردوها وكل فيها خالدون. അവിടെ ഹൗലായിന്റെ മദ്ദേതാ? രണ്ട് മദ്ദുണ്ട്. ഏതാ അത്? അതെ, നീട്ടലിന് ആ പേരെന്ത് ചോദിച്ചത്? മദ്ദിന്റെ നമ്മളെ പറഞ്ഞിട്ടില്ലേ? മദ്ദ് നമ്മൾ പറഞ്ഞല്ലോ. മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത അതേ പദത്തിൽ ഹംസ വന്നാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നമ്മളത് പറഞ്ഞിട്ടില്ലേ മദ്ദിന് നിയമങ്ങള്? ഇല്ലേ? ഓക്കെ. മദ്ദക്ഷരങ്ങൾ പറഞ്ഞിനാ? ഓക്കെ, നമുക്ക് പറയാം. പിന്നെ ലാമ മണിക്കരുത്. വകുല്ലും ഫീഹാ ഖാലിദൂൻ. لهم فيها زفير وهم فيها لا يسمعون. إن الذين سبقت لهم منا الحسنى. حسنى വലിയ മദ്. حسنى വലിയ മദ്. لهم منا حسنى أولئك عنها مبعدون. മിന്നല്ല മിന്നൽ. ലഹും മിൻ രണ്ടും ഷദ്ദുള്ള മീമ് ഷദ്ദുള്ള നൂൻ ഒക്കെ മണിക്കണം. ഹസ്ബുക്. സദഖല്ലാഹുൽ അസീം. മദ്ദക്ഷരങ്ങൾ എന്താ പറഞ്ഞത്? മദ്ദക്ഷരങ്ങൾ പറഞ്ഞാകുന്നു. ഏതൊക്കെയാ മദ്ദക്ഷരങ്ങൾ? ഒരുപാട് തവണ പറഞ്ഞു. മദ്ദക്ഷരങ്ങൾ 3 എണ്ണമാകുന്നു. അലിഫ്, സുക്കൂനുള്ള യായിന് ശേഷം കസർ, സുക്കൂനുള്ള വാവിന് ശേഷം ലമ്മ്. അതെന്ത് സാധനം മനസ്സിലായിട്ടില്ല? പുതിയ ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ്, കസറിന് ശേഷം സുക്കൂനുള്ള യാ, ഫതഹിന് ശേഷം അലിഫ്. മദ്ദക്ഷരങ്ങൾ 3 എണ്ണമാകുന്നു. ശരിക്കൊന്ന് കേട്ടോ, അത് ഇനി മറക്കാൻ പാടില്ല. ഇപ്പൊ മറന്നുകൊണ്ടിരിക്കണം.
ഖുറാനിലപ്പോൾ നമുക്ക് ഓതും ആവശ്യം വരുന്നില്ല. മദ്ദക്ഷരങ്ങൾ 3 എണ്ണമാകുന്നു. ഒന്നാമത്തേത് ഫത്ഹിന് ശേഷം വരുന്ന അലിഫ്, ശബ്ദം ആ. രണ്ടാമത്തേത് കസറിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ശബ്ദം ഈ. മൂന്നാമത്തേത് ദമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്, ശബ്ദം ഊ. ആ ഈ ഊ, 3 ശബ്ദവും. ഇതാണ് മദ്ദക്ഷരം. അത് 3നെയും കൂടി നമുക്ക് ഒരു പദത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അറബിയിൽ നൂഹീഹ എന്ന് പറയാം. ഭയങ്കര അടിക്കുന്ന ടാക്കോ, പറയാൻ പറ്റുന്നില്ല, ഒന്ന് മ്യൂട്ടാക്കിയ. പിന്നെ അപ്പം നൂഹീഹ, ഇതാണ് പിന്നെ ഈ ഒരു പദം നമുക്ക് 3നെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പദമായിട്ട് പറയാൻ പറ്റും. നമ്മളത് അന്ന് എഴുതി കാണിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലേ? എഴുതി കാണിച്ചിട്ടില്ല കഴിഞ്ഞ ക്ലാസ്സിൽ? കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫത്ഹിന് ശേഷം വരുന്ന അലിഫ് ആ, കസറിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ ഈ, ദമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ് ഊ. ഈ 3 എണ്ണം മാത്രമാണ് മദ്ദക്ഷരം. എന്ത് പറയരുത്? അലിഫ് വാവ് യാ എന്ന് ഒരു കാരണവശാലും ഒരിടത്ത് നമ്മൾ പറയരുത്. അലിഫും വാവു യാ അല്ല മദ്ദക്ഷരം. നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള വിശദീകരണത്തോട് കൂടിയുള്ളതാണ് മദ്ദക്ഷരം. അപ്പോൾ അവിടെയാണ് മദ്ദിൻ്റെ നിയമങ്ങൾ വരുന്നത്. ഈ മദ്ദക്ഷരങ്ങളെ കുറിച്ചാണ് ചെറിയ മദ് എന്ന് പറയുന്നത്. അറബിയിൽ അൽ മദ്ദുൽ അസ്ലിയ എന്നോ അൽ മദ്ദു തബഇയ്യ എന്നൊക്കെ പറയാം. ചെറിയ മദ് അൽ മദ്ദുൽ അസ്ലി എന്നോ അൽ മദ്ദു തബഇയ്യ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഈ ഊ, മൂക്ക്, താടി, അതാണ് ചെറിയ മദ്, മദ്ദുൽ അസ്ലി. മൂക്ക്, താടി, പിന്നെന്താണ്? പി പി, മൂക്ക്, താടി, പി പി, 3 വന്നല്ലോ. പീലി, എന്തോട്ടെ. ഇതാണ് ചെറിയ മദ്. പിന്നെ ഈ ചെറിയ മദ്ദാണ് വലിയ മദ്ദാകുന്നത്. ഈ ചെറിയ മദ് വലിയ മദ്ദാകും എപ്പോൾ? ചില കാരണങ്ങൾ വരുമ്പോഴാണ്. ചില കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ചെറിയ മദ് വലിയ മദ്ദാകുന്നത്. വെറുതെ ആവൂല. സാധാരണയായിട്ട് എപ്പോഴും ചെറിയ മദ്ദാണ്. അത് വലിയ മദ്ദാകണമെങ്കിൽ ചില കാരണങ്ങൾ വരണം. അങ്ങനെ കാരണങ്ങൾ 2 എണ്ണമാണ്. നമ്മൾ ചെറിയ മനുഷ്യനെ വലിയ മനുഷ്യനാവണമെങ്കിൽ, അല്ലേ, ചെറിയ ആൾ വലിയ ആളാണെങ്കിൽ കാരണം വേണം. എന്ത് കാരണം? അയാൾക്ക് വയസ്സുണ്ടാവണം, അയാൾക്ക് നല്ലോണം ഭക്ഷണം കഴിച്ച് വലുതാവണം. അതേമാതിരി ചെറിയ മദ് വലിയ മദ്ദാവാൻ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഹംസാണ്. രണ്ടാമത്തെ കാരണം സുക്കൂനാണ്. അപ്പോൾ കാരണം നമ്പർ 1 ഹംസ്, കാരണം നമ്പർ 2 സുക്കൂന്. നമ്മൾ പറഞ്ഞെന്ത്? മദ്ദക്ഷരങ്ങൾ 3 എണ്ണമാകുന്നു. 3 മദ്ദക്ഷരങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ചെറിയ മദ് എന്ന് പറയുന്നത്. ചെറിയ മദ് ചെറുതായിരിക്കുമല്ലോ, അല്ലേ? ആ ഈ ഉ, ഒരലിഫിൻ്റെ അളവിൽ മാത്രം നീട്ടേണ്ടത്. ഇനി ഈ ചെറിയ മദ്ദാണ് വലിയ മദ്ദാകുന്നത്. ചെറിയ മദ് വലിയ മദ്ദാകണമെങ്കിൽ ചില കാരണങ്ങൾ വരണം. വെറുതെ വലിയ മദ്ദാവില്ല. ആ കാരണങ്ങൾ വരുമ്പോഴാണ് ചെറിയ മദ് വലിയ മദ്ദാകുന്നത്. അങ്ങനെയുള്ള കാരണങ്ങൾ 2 എണ്ണം. ഒന്നാമത്തേത് ഹംസ് വരിക, രണ്ടാമത്തേത് സുക്കൂന് വരിക. ഇനി ഇതോടൊപ്പം നമ്മൾ അറിയേണ്ടതാണ് ലീനക്ഷരം. അപ്പം മദ്ദക്ഷരങ്ങൾ 3 എണ്ണം, ലീനക്ഷരങ്ങൾ 2 എണ്ണം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലീനക്ഷരങ്ങൾ 2 എണ്ണം. ഒന്നാമത്തേത് ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ശബ്ദം ഐ. രണ്ടാമത്തേത് ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്, ശബ്ദം ഔ. ഒന്നാമത്തേത് ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ശബ്ദം ഐ. രണ്ടാമത്തേത് ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്, ശബ്ദം ഔ. ഇത് മദ്ദക്ഷരവുമായിട്ട് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. കാരണം അവിടെ ആ ഈ ഉ എന്നാ പോകുന്നത്. ഇവിടെ
ഐ, ഔ, ഇതാണ് ശബ്ദം. ഇത് രണ്ടെണ്ണമാണ് ലീനക്ഷരങ്ങൾ. അതിൻ്റെ ഉദാഹരണം നമുക്ക് പറയാം. ഒന്നാമത്തതിൻ്റെ ഉദാഹരണം ഖൈർ അല്ലേ, ഖൈർ, ഖായിൻ്റെ ഫത്തഹിന് ശേഷം സുക്കൂനുള്ള യാ വന്നു. രണ്ടാമത്തതിൻ്റെ ഉദാഹരണം ഖൗഫ്, ഖൗഫ്, ഖായിൻ്റെ ഫത്തഹിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നു. ഐ എന്ന ശബ്ദവും ഔ എന്ന ശബ്ദവും. ഓക്കെയാ? ഒന്ന് കിട്ടുന്ന നോക്കിയാൽ മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ, സ്വന്തമായിട്ടൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കണം. നമ്മളിപ്പോ റൗഫ്ക, നമ്മളിപ്പോൾ 102-ാമത്തെ ആയത്ത്, 102-ാമത്തെ ആയത്തിലുള്ള മദ്ദക്ഷരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. 102-ാമത്തെ ആയത്തിലുള്ള മദ്ദക്ഷരങ്ങളൊക്കെ ഒന്ന് പറ. സിമ്പിളല്ല, എന്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്? 102-ാമത്തെ ഇപ്പോൾ നമ്മൾ തുറന്ന ആയത്തിലുള്ള 102-ാമത്തെ ആയത്തിലുള്ള മദ്ദക്ഷരങ്ങളൊക്കെ ഒന്ന് പറ. ഫത്തിഹിന് ശേഷം വരുന്ന അലിഫ്, കസറിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ലമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്. എന്താ ക്യാച്ച് ചെയ്യാൻ പറ്റാതെ? അത് പറയേണ്ട നേരത്തെ പറയും നമുക്ക്. ഇത് നമ്മൾ തുടങ്ങിയല്ലോ, രണ്ടാമത് ഇപ്പോൾ തുടങ്ങിയല്ലോ തുടക്കത്തിന്. അതിലിപ്പോൾ എന്താ ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത? എന്താ? ഫത്തഹിന് ശേഷം വരുന്ന അലിഫ് മനസ്സിലായിട്ടില്ല? ഫത്തഹിന് ശേഷം വരുന്ന അലിഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലേ? കസറിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ലമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞല്ലേ. കാണുന്നുണ്ടോ? എന്താ വായിക്കുന്നത്? ഇവിടെ എന്ത് വന്നു? ഞാൻ ഇപ്പൊ റൗണ്ട് ഇട്ടതിൽ എന്ത് വന്നു? ഹാ എന്ന് പറഞ്ഞാല് ഹായിന് ഫത്ത്, ഫത്തിന് ശേഷം എന്ത് വന്നു? ഞാനിപ്പോ റൗണ്ട് ഇട്ടതിൽ എന്ത് വന്നു? കസറിന് ശേഷം സുക്കൂനല്ല, വെറും സുക്കൂൻ. അത് ശബ്ദ എവിടെ? എങ്ങനെയുള്ള യാവ്? എങ്ങനെയുള്ള യാവ്? ആ, കസറിന് ശേഷം സുക്കൂനുള്ള യാവുന്നു. ഇതിലെന്ത് വന്നു? ശബ്ദ എവിടെ? ശബ്ദില്ലല്ലോ ഇവിടെ. ഇതെന്ത് ശബ്ദ? ഇത് സുക്കൂനല്ല. ഇതെന്ത് സുക്കൂന്? ഇത് ലമ്മല്ലേ? ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നു. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫത്തഹിന് ശേഷം അലിഫ്, കസറിന് ശേഷം സുക്കൂനുള്ള യാ, ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ്.
നൂഹീഹ. നൂഹീഹ എന്ന് പറയുമ്പോൾ ശബ്ദം എങ്ങനെ, അതിൻ്റെ ശബ്ദം എങ്ങനെയാണ്? ഉ ഇ ആ. ഉ ഇ ആ എന്നുള്ള ശബ്ദമാണ്. ഉ ഇ ആ. ഓക്കെ. അപ്പൊ ഇതിൽ മനസ്സിലാവാത്തെന്ത്? ഇതൊക്കെ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ പറ്റൂല. അത് ഇനി മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ഫത്തഹിന് ശേഷം അലിഫ് വന്നു. നമ്മൾ അക്ഷരം എന്തും നോക്കണ്ട, ആരെ മുകളിലാണ് ഫത്തഹ് ഉണ്ട് നോക്കണ്ട. ഫത്തഹ് ഉണ്ടായാൽ മതി ആരെ മുകളിലാണെങ്കിലും. അത് ഹ ആവട്ടെ, ബ ആവട്ടെ, ത ആവട്ടെ, സീനാവട്ടെ, ആരും നോക്കണ്ട. ഇവിടെ ഫത്തഹിന് ശേഷം അലിഫ് വന്നു. ഏത് അക്ഷരത്തിൻ്റെ മുകളിലാണ് ഫത്തഹ് വന്നത് എന്നത് എനിക്ക് നോട്ടേ ഇല്ല. ഇവിടെ കസറിന് ശേഷം സുക്കൂനല്ല, സുക്കൂനുള്ള യാ. അത് പറയണം. നമ്മളെ കസർ ആർക്കുള്ളതാണെന്നാ പറയേണ്ടത് പറഞ്ഞത്. കസറിന് ശേഷം സുക്കൂൻ. ഇവിടെ നൂന് എന്ന് പറയരുത്. നമ്മൾ പറഞ്ഞല്ലോ ആരെ മുകളിലാണ് ഹർക്കത്തുള്ളതെന്ന് പറയരുത്. വമ്മിന് ശേഷം സുക്കൂനുള്ള വാവ്. ഷാനിക്കാൻ തിരിഞ്ഞാ? അപ്പൊ അത്രയേ ഉള്ളൂ. ഫത്തഹിന് ശേഷം അലിഫ്, കസറിന് ശേഷം സുക്കൂനുള്ള യാ, വമ്മിന് ശേഷം സുക്കൂനുള്ള വാവ്. അത് നൂന്റെ ശേഷം എന്നല്ല പറയേണ്ടത്, വമ്മിന് ശേഷമുള്ള വാവ്, സുക്കൂനുള്ള വാവ്. ഈ പിന്നെ വാവിനെയും യാവിനെയും അലിഫിനെയും പറയണം. അപ്പോൾ ഫത്തഹിന് ശേഷം അലിഫ്, കസറിന് ശേഷം സുക്കൂനുള്ള യാ, വമ്മിന് ശേഷം സുക്കൂനുള്ള വാവ്. ഇനി ഈ ആയത്തിലൊന്ന് പറഞ്ഞേ. വേഗം. എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എന്താ അത്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഷാനിക്കൊന്ന് പറഞ്ഞേ, ഈ ആയത്തിലുള്ള മദ്ദക്ഷരങ്ങളൊന്ന് പറഞ്ഞേ, ശ്രദ്ധിച്ചേക്ക്. ലാ എന്നത്, ലാ എന്ന് പറയുമ്പോൾ ഫത്തഹിന് ശേഷം അലിഫ് വന്നു. യസ്മഊന എന്നതിൽ വമ്മിന് ശേഷം സുക്കൂനുള്ള വാവുണ്ട്. കസറിന് ശേഷം സുക്കൂനുള്ള യാ. മനസ്സിലാകുന്നുണ്ടോ ഞങ്ങൾക്ക് ഔഫ്ഖാനെ? കൊറേയൊക്കെ കൊറേ ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. കൊറേയൊക്കെ കുറച്ച് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ക്ലിയർ ആക്ക്. കൊറേയൊക്കെ കുറച്ചൊക്കെ കേൾക്കണം, നിർബന്ധമായിട്ട് കേൾക്കണം. അത് അത്ര സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഹസീസ എന്നതിൽ കസറിന് ശേഷം അലിഫ് വന്നു. പിന്നെ കസറിന് ശേഷം സുക്കൂനുള്ള യാ. മാ എന്നതില് പക്ഷെ ഓതുമോ ഇല്ല, സംഗതി ഉണ്ടല്ലോ. അലിഫ്. ഖാലിദൂൻ എന്നതില് സുക്കൂനായ വാവ് വന്നു. ഇത്ര സിമ്പിളാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതേ ഒന്ന് കേട്ട് ക്ലിയർ ആക്കണത്. ഇനിയോ ലീനക്ഷരം. അടുത്ത ആയത്തിൽ ലീനക്ഷരം എവിടെയുണ്ടെന്ന് പറഞ്ഞേ.
മലായികത്തു ഹാദാ യൗമുക്കും. ഹാദാ യൗമുക്കും. ആ യാഇന് ഫതഹിന് ശേഷം സുക്കൂനായ വാവ്. ഈ വാവ് എന്തല്ല, മദ്ദക്ഷരമല്ല. ഞാൻ ഇപ്പോൾ കർസർ വെച്ച വാവ് മദ്ദക്ഷരമല്ല. പിന്നെയോ ലീനക്ഷരമാണ്. കാരണം ഫതഹിന് ശേഷമാണ് സുക്കൂനുള്ള വാവ് വന്നത്. വാവ് മദ്ദക്ഷരമാകണമെങ്കിൽ ഇതുമാതിരി വരണം. ഞാൻ ഇപ്പോൾ കർസർ വെച്ചെടുത്ത് ഖാലിദൂൻ മാതിരി ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നാലാണ് മദ്ദക്ഷരം. അപ്പം ശബ്ദം ഊ എന്നായി. ഇവിടെ ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവാണ് ശബ്ദം ഔ. അപ്പോൾ ഇത് ലീനക്ഷരമാണ്. പിന്നെ അടുത്ത ആയത്തിൽ ലീനക്ഷരം യൗമ. യാഇന് ഫതഹിന് ശേഷം അതെ, യൗമയിലുള്ള വാവ് ലീനക്ഷരാണ്. കാരണം ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നു. പിന്നെ ഒന്നും കൂടെ ഉണ്ട്. ഇവിടെ കണ്ട അലൈന, കണ്ട അലൈന. അലൈന അലൈനാൽ എന്ത് വന്നു? ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ വന്നു. ഇവിടെയുള്ള യാ ലീനക്ഷരമാണ്. കാരണം ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ. ശബ്ദം ഐ. ക്ലിയർ അല്ലേ? സല്ലല്ലാഹു വസല്ലം. ഒന്ന് പോണട്ടോ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റൗഫ്ക, ഈ വീഡിയോ ഒന്നും കൂടെ കേട്ടിട്ട് നാളെ വരുമ്പോൾ ആ പേജിലുള്ള മദ്ദക്ഷരങ്ങളൊക്കെയും ലീനക്ഷരങ്ങളൊക്കെയും കണ്ടെത്തിയിട്ട് വരണം. നമ്മൾ സമയം ചെലവഴിക്കണം, കണ്ടെത്തണം. അത്ര സമയങ്ങൾ എന്നാലേ നടക്കൂ. സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.